നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഗുഹയിൽ കണ്ട അപൂർവമായ അത്ഭുതങ്ങളാണ്. അവരുടെ ആ ഉറക്കും കിടത്തവും സൂര്യൻ്റെ അതിലേക്കുള്ള ചലനങ്ങളെ, അതിൻ്റെ മാറ്റങ്ങളും, അവരിങ്ങനെ ഉറങ്ങുകയാണെന്ന് തോന്നുകയില്ല, എന്നാൽ ഉണർന്നവരെ പോലെയായിരുന്നു. ഇടക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ചിട്ടുകൊണ്ടിരുന്നു. ഭീരുജനകമായൊരവസ്ഥയായിരുന്നു എന്നൊക്കെ അവരുടെ ആ ഉറക്കിനെ സംബന്ധിച്ച് അല്ലാഹു തആല നമുക്ക് അറിയിച്ചു തന്നു. തുടർന്നുകൊണ്ട് പറയുന്നത് വകദാലിക അപ്രകാരം തന്നെ ബഅസ്നാഹും നാം അവരെ എഴുന്നേൽപ്പിച്ചു. ബഅസ എഴുന്നേൽപ്പിച്ചു, ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിനാണ് ബഅസ എന്ന് പറയാം. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുക, മരണത്തിൽ നിന്ന് ജീവൻ നൽകുക, ഇതിനൊക്കെ പ്രയോഗിക്കുന്നത് തന്നെയാണ് ബഅസ. വകദാലിക പ്രകാരം ബഅസ്നാഹും നാം അവരെ എഴുന്നേൽപ്പിച്ചു, ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവരുടെ ഉറക്കിൽ നിന്ന് അവർ ഉണരാൻ പോവുകയാണ്. അങ്ങനെ അവരെ നാം ഉണർത്തി. അങ്ങനെ ഉണർന്നപ്പോൾ ലിയതസാഅലൂ ബൈനഹും, അവർക്കിടയിൽ അവർ പരസ്പരം ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ലിയതസാഅലൂ, തസാഅല എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക, അതാണ് തസാഅല. അതിന്റെ മുളാരിയാണ് യതസാഅലു. അമ്മ യതസാഅലൂൻ നമ്മൾ പഠിച്ച വേർഡാണ്. ലിയതസാഅലൂ, അവർ പരസ്പരം ചോദിക്കാൻ വേണ്ടി. ബൈനഹും, അവർക്കിടയിൽ തന്നെ പരസ്പരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന കാര്യമാണ് അവിടെ നടന്നത് ഉണർന്നെഴുന്നേറ്റപ്പോൾ. ഇവിടെ ഇപ്പം ശരിക്കും പദാനുപത അർത്ഥം എന്താണ് വരിക? വകദാലിക ബഅസ്നാഹും, തീർച്ചയായും നാം അവരെ ഉണർത്തി. ലിയതസാഅലൂ ബൈനഹും, അവർ പരസ്പരം അവർക്കിടയിൽ ചോദിക്കാൻ വേണ്ടി. ചോദിക്കാൻ വേണ്ടി ഉണർത്തി എന്ന് പറഞ്ഞാൽ ഉണർന്ന ഉടനെ അവരെന്ത് ചെയ്തു? ചോദിക്കാൻ തുടങ്ങി എന്നതാണ് ഉദ്ദേശം. അപ്പൊ ഇവിടെ വകദാലിക ബഅസ്നാഹും, അപ്രകാരം നാം അവരെ എഴുന്നേൽപ്പിച്ചു. ലിയതസാഅലൂ ബൈനഹും, അവർക്കിടയിൽ പരസ്പരം അവർ ചോദ്യങ്ങൾ ആരായുന്ന വിധത്തിൽ. അങ്ങനെ ഉണർന്നെഴുന്നേറ്റപ്പോൾ എല്ലാവരും ഉറക്കം എളിഞ്ഞിരിക്കല്ലേ. ഇപ്പൊ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഖാല ഖായിലും മിൻഹും, അവരിൽ നിന്നുള്ള ഒരാൾ പറഞ്ഞു. ഖാല പറഞ്ഞു, ഖായിൽ പറയുന്നവൻ എന്നാണ് ഖായിൽ എന്നുള്ളതിൻ്റെ അർത്ഥം. ഖായിൽ പറയുന്ന ആള്, മിൻഹും എന്ന് പറഞ്ഞാൽ അവരിൽ നിന്നുള്ള ഒരാൾ പറഞ്ഞു. എന്താണ് അയാൾ ചോദിച്ചത്? കം ലബിസ്തും, എത്ര കാലമായി നമ്മൾ ഇവിടെ താമസിക്കുന്നു? എത്ര ഉറങ്ങിപ്പോ ഇവിടെ, എത്ര താമസിച്ചു? ലബിസ എന്ന് പറഞ്ഞാൽ താമസിച്ചു. ലബിസ താമസിച്ചു, കഴിച്ചുകൂട്ടി എന്നൊക്കെ അർത്ഥം. ലബിസ്തും, നിങ്ങൾ കഴിച്ചുകൂട്ടി. കം, എത്ര, നിങ്ങൾ എത്ര കഴിച്ചുകൂട്ടി? വഖാലൂ, അവർ പറഞ്ഞു. ഒരാൾ ചോദിക്കുമ്പോൾ പിന്നെ ഒരാളെന്ത് പറഞ്ഞു? ലബിസ്നാ യൗമൻ, നമ്മൾ ഒരു ദിവസം കഴിച്ചു കൂട്ടിയിട്ടുണ്ടാവും. ലബിസ്ന, നമ്മൾ താമസിച്ചിരിക്കുന്നു. യൗമൻ, ഒരു ദിവസം. ഔ ബഅദ യൗമിൻ, അല്ലെങ്കിൽ ഒരു ദിവസം തികയൂല, ഒരു ദിവസത്തിൽ ഒരു ഹാഫ് ഡേ ഒക്കെ താമസിച്ചിട്ടുണ്ടാവുന്നു. അവർ രാവിലെയാണ് ഗുഹയിൽ കയറിയിട്ടുള്ളത്. ഉണർന്നു നോക്കുമ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അപ്പം എന്ത് മനസ്സിലാക്കി? ഒരു ദിവസം തികച്ചൊന്നുമില്ല, ഇതിപ്പോ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ഡേയുടെ ഹാഫ് കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ. അത്രേ അവരുടെ മനസ്സിലുള്ളൂ എന്നർത്ഥം. അത്ഭുതം. നോക്കി നിങ്ങൾ, എത്ര കൊല്ലം ഉറങ്ങിയിട്ടുണ്ട്? 309 വർഷം. 309 കൊല്ലം കഴിഞ്ഞിട്ട് ഉണർന്ന ആൾക്കാരാ പറയണത് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ അല്പം. ഇതാണ് അവർ ചർച്ച ചെയ്യണത്. എന്തോ ആട്ടെ, നമ്മളിഞ്ഞിപ്പോൾ ഇങ്ങനെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല, കാര്യത്തിലേക്ക് കിടക്കുക എന്നുള്ള മട്ടിലാണ് അവർ. അങ്ങനെ അവസാനം അവർ പറഞ്ഞു, ഖാലൂ, അവർ പറഞ്ഞു, റബ്ബുക്കും അഅലമു ബിമാ ലബിസ്തും, റബ്ബുക്കും നിങ്ങളുടെ റബ്ബ്
അഅലമു അവനാണ് നന്നായി അറിയുന്നവൻ ബിമാ ലബിസ്തും നിങ്ങൾ എത്ര താമസിച്ചു. അപ്പൊ നിങ്ങളിവിടെ എത്ര താമസിച്ചു എന്നുള്ളത് ഇപ്പം നമ്മൾ തർക്കിച്ചിട്ടൊന്നും കാര്യമില്ല. അത് ആർക്കാ നന്നായിട്ട് അറിയാം? അള്ളാഹുവിനറിയാം. ഈ പറയുന്ന ആൾക്കും അറിഞ്ഞൂടെ എന്ത് ഇത്രയൊന്നും ഉറങ്ങിയെന്നറിയില്ല. ഒരു ദിവസത്തിൽ അല്പം എന്നുള്ളതാ. അപ്പൊ അവർക്ക് തമ്മിൽ എന്ത് തർക്കം? അതിനിപ്പോൾ നമ്മൾ തർക്കിക്കേണ്ട. ചിലപ്പോൾ ഒരു ദിവസമായിരിക്കും, ചിലപ്പോൾ അത്രയൊന്നും ഉണ്ടാവില്ല. അപ്പൊ അള്ളാഹ്ക്ക് അറിയാം എന്നും പറഞ്ഞ് അവർ വേഗം കാര്യത്തിലേക്ക് കിടക്കുകയാണ്. എന്താ കാര്യം? വിശക്കുന്നുണ്ട്, ഫുഡ് ഓർഡർ ചെയ്യണം എന്നാണ്. ഇനിയിപ്പോൾ അടുത്ത പടി അതാണ്. ഉണർന്നു നോക്കുമ്പോൾ എല്ലാവർക്കും നന്നായി വിശക്കുന്നുണ്ട്. അപ്പൊ അതാണ് അടുത്ത പരിപാടി. ഫബ്അസൂ, ഇതും പറഞ്ഞിട്ട് അയാൾ എന്ത് പറഞ്ഞു? ഫബ്അസൂ, നിങ്ങൾ നിയോഗിക്കുവീൻ, പറഞ്ഞയക്കുവീൻ. അവിടെ ബഅസ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളെ പറഞ്ഞയച്ചു, നിയോഗിച്ചു എന്നാണ്. ബഅസ നിയോഗിച്ചു. ബഅസല്ലാഹു, അല്ലാഹു റസൂലിനെ നിയോഗിച്ചു എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ബഅസക്ക് പല അർത്ഥം കണ്ടില്ലേ? ഇപ്പോ ഉയർത്തെഴുന്നേൽപ്പ്, അതുപോലെ തന്നെ എഴുന്നേൽപ്പിക്കല്, നിയോഗിക്കുക. ഫബ്അസൂ, നിങ്ങൾ പറഞ്ഞയക്കുവീൻ, അയക്കുവീൻ, നിയോഗിക്കുവീൻ. അഹദക്കും, നിങ്ങളിൽ ഒരാളെ പറഞ്ഞയക്കുവീൻ. എന്തും കൊണ്ട്? ബിവരീഖിക്കും ഹാദിഹി, ഈ നാണയം കൊണ്ട്, ഈ വെള്ളി നാണയം കൊണ്ട്. വരീഖ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വെള്ളി, ഫില്ലത്ത്. വരീഖിന്റെ അറബിയിൽ എന്താ പറയാ? ഫില്ലത്ത്. സഹബ് ഗോൾഡ്, ഫില്ലത്ത് സിൽവർ. ബിവരീഖിക്കും, നിങ്ങളുടെ ഈ ഹാദിഹി, ഈ വെള്ളി നാണയം കൊണ്ട് പറഞ്ഞയക്കുവീൻ. എങ്ങോട്ട് പറഞ്ഞയക്കുവീൻ? ഇലൽ മദീന, സിറ്റിയിലേക്ക്. അൽ മദീന എന്ന് അവർക്ക് പറയുമ്പോൾ അവർക്കറിയാം അവരുടെ നാട് ഏതാണ്. ടൗണിലേക്ക് പോവുക, അവിടേക്ക് പറഞ്ഞയക്കാൻ. ഇലൽ മദീന. അപ്പോ ഇത് ഏത് കാലത്തുള്ള നാണയാ? ഇത് 100-300 കൊല്ലം മുമ്പ് ദഖിയാനൂസ് രാജാവിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന കറൻസിയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞയക്കണത്. അതും കൊടുത്തയച്ചിട്ടാണ് പോകുന്നത്. എന്നിട്ട് പോകുമ്പോൾ എന്താണ് പറയുന്നത്? നിങ്ങൾ ഒരാൾ പറഞ്ഞയക്കിൻ. എന്നിട്ട് ആ പോകുന്നയാൾ എന്ത് ചെയ്യട്ടെ? ഫൽ യൻളുർ, അയാൾ നന്നായി നോക്കട്ടെ, പരിശോധിക്കട്ടെ. ഫൽ യൻളുർ, അയാൾ നോക്കട്ടെ. ഫ ലി യൻളുർ എന്നാണ് ഒറിജിനൽ. ഫ എന്നിട്ട് ലി യൻളുർ, അയാൾ നോക്കട്ടെ. അതാണ് ഫൽ യൻളുർ എന്നായത്. നളറ യൻളുറു, നളറ യൻളുറു, ഉൻളുർ എന്നൊക്കെ പറയുന്ന പ്രയോഗം. എന്താണ് അയാൾ നോക്കേണ്ടത്? അയ്യുഹാ അസ്കാ ത്വആമൻ. അയ്യുഹാ, അവിടെ എവിടെയാണ്? അസ്കാ, ഏറ്റവും നല്ല, ത്വആമൻ, ഫുഡുള്ളത്. നല്ല ഫുഡ് എവിടെയുള്ളത് എന്ന് നോക്കട്ടെ. സിറ്റി പോയിട്ട് എവിടെ നല്ല ഫുഡ് ഉള്ളത് എന്ന് നോക്കാൻ പറയാണ്. അവിടെ അസ്ക എന്ന് പറഞ്ഞാൽ അത്വയബ്, ഏറ്റവും വിശുദ്ധമായത് എന്നാണ്. കാരണം അവർ മോമിനീങ്ങളാണ്, വിശ്വാസികളാണ്. അവര് ഇന്നലെ, അവരുടെ കണക്കിൽ ഇന്നലെ അവർ ഓടിപ്പോന്നിട്ടുള്ള നാട്ടില് കച്ചവടക്കാര് ആരൊക്കെയുണ്ട്? മോമിനീങ്ങളുണ്ട്, ഫാസിക്കുകളുണ്ട്, കാഫറുകളുണ്ട്, പലരും ഉണ്ട്. അപ്പം അവരെപ്പോഴും അത് ഹലാലായ ഫുഡ് മാത്രം കഴിച്ച് ശീലമുള്ള ആളുകളാണ്. അപ്പം അതുകൊണ്ട് അതെവിടെയുള്ളത് എന്നവർ ഈ പോകുന്ന ആൾ എന്ത് ചെയ്യട്ടെ? നോക്കട്ടെ. ഫൽ യൻളുർ അയ്യുഹ അസ്ക. അസ്ക എന്ന് പറഞ്ഞാൽ അത്വയബ്, ഏറ്റവും നല്ലത്, ശുദ്ധമായത്. ഇവിടെ അയ്യുഹ അസ്ക, എവിടെയാണ്, ഏതാണ് ഏറ്റവും നല്ല ശുദ്ധമായ ഫുഡ്, ത്വആമൻ, ഭക്ഷണം എങ്കിൽ ഫൽ യഅ്തികും, അങ്ങനെ നോക്കിയിട്ട് ഫൽ യഅ്തികും, അയാൾ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരട്ടെ. ഫൽ യഅ്തി, അവിടെയും നേരത്തെ പറഞ്ഞതുപോലെ ഫ ലി യഅ്തി, അയാൾ കൊണ്ടുവന്ന് തരട്ടെ. കും, നിങ്ങൾക്ക്. ബിരിസ്ഖിൻ മിൻഹു, അതിൽ നിന്നുള്ള, അവിടെ നിന്ന് ഏറ്റവും നല്ല ഭക്ഷണം അയാൾ കൊണ്ടുവന്ന് തരട്ടെ. ഫൽയഅ്തികും ബിരിസ്ഖിൻ മിൻഹു. പിന്നെ പറയുന്ന നിർദ്ദേശം എന്താണ്? പോകുമ്പോ വൽ
യതലത്തഫ്, വൽ യതലത്തഫ് വ ലിയതലത്തഫ്. അയാൾ വളരെ ജാഗ്രത കൈക്കൊള്ളട്ടെ, അയാൾ വളരെ ശ്രദ്ധിക്കണം. കാരണം അയാൾ നമ്മളെപ്പറ്റി ആളുകൾക്ക് വിവരം കിട്ടാൻ സാധ്യതയുണ്ട്, നമ്മളെ ആളുകൾ മനസ്സിലാക്കും, അപ്പോൾ നമ്മളെ പിടിച്ചുകൊണ്ട് പോകും. അങ്ങനെയൊക്കെയാണ്. കാരണം അവരിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് പോവല്ലേ. അപ്പം അതുകൊണ്ട് അയാൾ വളരെ ജാഗ്രത കൈക്കൊള്ളണം, നല്ല ശ്രദ്ധ വേണം. അയാൾ പുറത്തേക്ക് അവിടേക്ക് പോകുമ്പോൾ, സിറ്റി പോയിട്ട് ഫുഡ് വാങ്ങാൻ പോകുമ്പോൾ നല്ല ശ്രദ്ധ വേണം. ആളുകളൊക്കെ വല്ലാതെ ആളുകളൊന്നും കാണാൻ നിൽക്കണ്ടാണ്. വലായുഷ്ഇറന്ന, ഇവിടെ തലത്വഫ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? നല്ല ജാഗ്രതയുള്ളവനാവുക, സൂക്ഷ്മ നിരീക്ഷണം നടത്തട്ടെ, സൂക്ഷ്മമായി അയാൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യട്ടെ എന്നാണ് ശരിക്ക് തലത്വഫ എന്ന് പറഞ്ഞാൽ അർത്ഥം. വൽ യതലത്തഫ്, അയാൾ കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കട്ടെ, ജാഗ്രത കൈക്കൊള്ളട്ടെ. വലായുഷ്ഇറന്ന ബിക്കും, നിങ്ങളെ ആർക്കും അറിയാൻ ഇടവരരുത്, അഹദൻ, ഒരാൾക്കും. വലായുഷ്ഇറന്ന, നിങ്ങളെ മനസ്സിലാക്കി കൊടുക്കരുത്. വലായുഷ്ഇറന്ന ബിക്കും, നിങ്ങളെക്കുറിച്ച് അറിവ് നൽകരുത്, അഹദൻ, ഒരാൾക്കും. അശ്അറ യുഷ്ഇറു എന്ന് പറഞ്ഞാൽ അറിവ് നൽകി, അറിയിക്കുക. ഇവിടെ ഗുഹയിൽ ഞാൻ മാത്രം, ഇവിടെ ഞാനൊന്നുമല്ല, ഞാൻ ഫുഡ് വാങ്ങണ 5-6 ആൾ അവിടെ, പിന്നെ ഗുഹയിൽ കുറച്ച് ആൾക്കാരുണ്ട്, അവർക്ക് ഫുഡ് വാങ്ങാൻ വന്നാൽ ഒന്നും പറയണ്ടെന്ന്, ഇതൊന്നും അറിഞ്ഞിട്ടല്ല. അപ്പോൾ എവിടേക്കപ്പോൾ ഈ 6 ആൾക്ക് ഫുഡ് കൊണ്ടുപോകണം? അല്ലേ, ഞങ്ങളിവിടെ ഗുഹൻ്റെ ഉള്ളു. നിങ്ങൾ ഗുഹയിലുണ്ടല്ലേ, അത് ശരി, നിങ്ങളെ തിരഞ്ഞിട്ടല്ലേ ഞങ്ങൾ നടക്കുന്നത് എന്നും പറഞ്ഞ് പിന്നെ പിടിച്ചോണ്ടാവൂലേ. കഥ ഓർമ്മയിലുണ്ടല്ലോ. അപ്പം അവരിങ്ങനെ രക്ഷപ്പെട്ടു വന്നതാണല്ലോ. അപ്പം അതുകൊണ്ട് അവർ വളരെ ജാഗ്രത കൈക്കൊള്ളണം. വലാ യുഷ്ഇറന്ന ബിക്കും അഹദ. അങ്ങനെ വായാൽ എന്താ പ്രശ്നം? ഇന്നഹും, തീർച്ചയായും അവർ, ആ നാട്ടുകാര്, അലൈക്കും, നിങ്ങളെക്കുറിച്ച് അവർക്ക് മനസ്സിലായാൽ, അവർക്ക് വെളിവായാൽ എന്നാണ് ശരിക്കർത്ഥം. ലഹറ യൽഹറു, യൽഹറു അലൈക്കും, നിങ്ങളുടെ കാര്യം അവർക്ക് വെളിവായാൽ, യർജുമൂക്കും, നിങ്ങളെ അവർ എറിഞ്ഞു കൊല്ലും. റജമ, റജമ എറിഞ്ഞു കൊന്നു, റജമ എറിഞ്ഞു കൊല്ലുക എന്നുള്ളതിന് റജ്മ് എന്ന് പറയും. റജമ യർജുമു, യർജുമൂക്കും, നിങ്ങളെ അവർ എറിഞ്ഞു കൊല്ലും. ഔ, അല്ലെങ്കിൽ യുഈദൂക്കും, നിങ്ങളെ അവർ മടക്കിക്കൊണ്ടുപോകും. അആദ യുഈദു, മടക്കിക്കൊണ്ടുപോയി. ഔ യുഈദൂക്കും, നിങ്ങളെ അവർ മടക്കിക്കൊണ്ടുപോകും. എവിടേക്ക്? ഫീ മില്ലത്തിഹിം, അവരുടെ മതത്തിലേക്ക്. അവരുടെ മതത്തിലേക്ക് അവർ നിങ്ങളെ ബലം പ്രയോഗിച്ചു മടക്കിക്കൊണ്ടുപോകും. മില്ലത്ത് എന്ന് പറഞ്ഞാൽ മതം, നടപടിക്രമം, ചര്യ, സമ്പ്രദായം എന്നുള്ളതിനൊക്കെ പ്രയോഗിക്കുന്ന പദമാണെന്ത്? മില്ലത്ത്. മില്ലത്ത് അബീക്കും ഇബ്രാഹിം, മില്ലത്ത് ഇബ്രാഹിം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. സമുദായത്തിനും പറയും മില്ലത്ത്. അങ്ങനെ ബലം പ്രയോഗിച്ച് കൊണ്ടുപോയ, നിർബന്ധിച്ച് നമ്മളാണ് മതം മാറ്റിയാൽ എന്താ സംഭവിക്കുക? വലൻ തുഫ്ലിഹു, വലൻ തുഫ്ലിഹു ഇദൻ, അന്നേരം പിന്നെ അബദൻ, ഒരു കാലത്തും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല. വലൻ തുഫ്ലിഹു, അഫ്ലഹ യുഫ്ലിഹു, വിജയിച്ചു. വലൻ തുഫ്ലിഹു, ആ ലന് നിഷേധാർത്ഥത്തിനാണ്, ഇല്ല എന്ന അർത്ഥത്തിലാണ് അവിടെ ലൻ. വലൻ തുഫ്ലിഹു, നിങ്ങൾക്ക് വിജയിക്കാനാവില്ല. ഇദൻ, അങ്ങനെയായാൽ, അന്നേരം, അബദൻ, ഒരിക്കലും, ശാശ്വതമായി പിന്നെ പരാജയമായിരിക്കും.
അവരുടെ മതത്തിലേക്ക് നമ്മൾ നിർബന്ധിച്ച് ചേർക്കപ്പെട്ടാൽ.